Hello friends, welcome back to my channel. This is a cooking world. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് കുംസ് അഥവാ ക്യാരറ്റ് പോളയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 3 വലിയ ക്യാരറ്റാണ്. ചെറുതാണെങ്കിൽ 4 ക്യാരറ്റ് എടുത്തോ. എൻ്റെ അടുത്ത് വലുതുള്ളതുകൊണ്ടാണ് വലുതന്നെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഗ്രേറ്ററിൽ വെച്ചിട്ട് നല്ല പോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഏറ്റവും ചെറിയ ഗ്രേറ്ററിൽ എപ്പോഴും ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പാടില്ല. ഇത് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുന്ന ടൈമിൽ നല്ലോണം കൊഴിഞ്ഞിട്ട് പിന്നെ കാണാതെ ആയിട്ട് പോവും. അതുകൊണ്ടാണ് ഇത് വലിയ ഹോളിൽ വെച്ചിട്ട് തന്നെ ഇത് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുള്ളത്. ഇതാ ഞാൻ മുഴുവനായും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് അണ്ടിപ്പരിപ്പ് ഒന്ന് പൊടിച്ചിട്ട് എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്, കാഷ്നട്ട്. ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഗീ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഗീ ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇതിനെ കാഷ്നട്ടും കിസ്മിസുമാണ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇതൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കടിക്കാൻ കിട്ടുമ്പോൾ നെയ്യിലൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് അത് കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ് നെയ്യിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴത്തേന്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക എല്ലാവരും. ഇതിനെ നമ്മൾ ഇതിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഇതിനെ വേവിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിനെ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ ഗ്രേറ്റ് ചെയ്തെടുത്ത മുഴുവൻ ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇതിൽ നിന്ന് വഴണ്ട് വരണം. ഇതിൻ്റെ വെള്ളമൊക്കെ മാറി കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു 1/2 കുക്ക് ആയി കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ല പോലെ വെന്ത് കിട്ടിക്കോളും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പിന്നീട് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു 1/4 കപ്പിന് മേലെ ആയിട്ട് ചിരകിയ തേങ്ങയാണ്, നല്ല ഫ്രഷ് തേങ്ങ. അതൊരു 1/4 കപ്പിന് മേലെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് അത് കഴിക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നുള്ളത്. ഇത് നമ്മൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഷുഗറാണ്. ഇത് ക്യാരറ്റ് പൊതുവെ മധുരം ഉണ്ടാവില്ലല്ലോ, കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പിന് മേലെ ആയിട്ട് ഞാൻ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/3 കപ്പ്. അപ്പോൾ ആ ഷുഗർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് കാഷ്യൂനട്ട് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം നൈസായിട്ട് പൊടിച്ചെടുക്കണ്ട, ഇതുപോലെ ക്രഷായിട്ട് പൊടിച്ചെടുത്താൽ മതി, പൊടി പൊടിയായിട്ട്. അപ്പോൾ നല്ലോണം പൊടിച്ചെടുത്തെങ്കിൽ അത് പൗഡർ രൂപത്തിലായിട്ട് പിന്നെ അത് കടിക്കാനൊന്നും കിട്ടൂല. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളത് കഴിക്കുന്ന ടൈമിൽ നല്ല പോലെ അത് കടിക്കാൻ തന്നെ കിട്ടും. അപ്പോൾ ഇതാ ഇത്രയും മതി. ഇത് വെന്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൽ കുറച്ച് ഞാൻ എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, അവസാനം ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 വലിയ മുട്ട ആയതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ 5 എണ്ണം എടുത്തോ. ഇവിടെ വലുത് കിട്ടുന്നതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏലക്കപ്പൊടി ഇല്ലാത്തവർ മുഴുവനായിട്ടുള്ളതുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തെടുക്കാൻ കുഴപ്പമില്ല. പിന്നെ 1/2 കപ്പ് ഷുഗർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച് ഉപ്പും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് 4 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറിലെ പാൽപ്പൊടി, അതും 1 ടേബിൾ സ്പൂണ് ഓൾ പർപ്പസ് ഫ്ലോറിലെ മൈദപ്പൊടി, അതും ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. എന്നിട്ട് അതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റില്ലേ, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, അതാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അത് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ടായിട്ട്
ഇതിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസും കാഷ്യൂനട്ടും നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൂടി കുറച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മൾക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം, ഓവറായിട്ട് മിക്സ് ചെയ്യാതെ ഇരിക്കുക. അങ്ങനെ ഇത് നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഇതിനെ വേവിച്ചെടുക്കുന്നുള്ളത്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബിരിയാണിക്കൊക്കെ അടുക്കി വെക്കുന്ന ആ സാധനം ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ പഴയ പാനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇത് ഡയറക്റ്റായിട്ട് തീയിലേക്ക് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നുള്ളത്. അതിലേക്ക് കുറച്ച് ഗീ ഞാൻ ചേർത്ത് എടുത്തിട്ട് ഫുള്ളൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പാനിലേക്ക്. എന്നിട്ടായിട്ടാണ് ഞാൻ ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഈ ബാറ്ററി മുഴുവനായിട്ടും ഒഴിച്ചെടുത്തിട്ട് ഫുള്ള് ലെവലാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ ക്യാരറ്റ്, അതിനെ ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നുള്ളത്. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനൊരു കാണുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല കാഷ്യൂനട്ടും കിസ്മിസും ആദ്യം നെയ്യിൽ കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്, അതാണ് കേട്ടോ ഇപ്പോൾ ഗാർണിഷിന് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതുപോലത്തെ ഗ്ലാസ് ലിഡാണ് നമ്മൾ മൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാൽ മറ്റോ അതിന് അടിച്ചു കൊടുക്കണം. പിന്നെ ഇതിൽ ഇങ്ങനെ ആവിയായിട്ട് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനം ഒരു 15 മിനിറ്റിന് ശേഷം ഈ സ്റ്റീലിൻ്റെ മൂടിയാണ് അടുപ്പാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 35-40 മിനിറ്റ് ആകുമ്പോഴത്തേന് എനിക്ക് ഇത് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ വേവ്. അപ്പോൾ നമുക്ക് ഇത് ബാക്കിയുള്ള ഫ്ലെയിമൊക്കെ കുറച്ച് നല്ലോണം ചെറുതാണ്. ഇതാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടെങ്കിൽ കുറച്ചെങ്കിലും ലോ ആയിട്ട് കിട്ടുന്നുള്ളത്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി അടിച്ചിട്ടുള്ളത്. ഒരു 45 മിനിറ്റ് ആവുക അപ്പോഴത്തേന് ഞങ്ങൾക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് അത് വെന്തോന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈവനിങ് സ്നാക്കായിട്ടും മോർണിംഗ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. കണ്ണൂർ തക്കാരങ്ങളുടെ മെയിൻ സൂപ്പർ താരമാണ് ഈ ക്യാരറ്റ് പോള അഥവാ ക്യാരറ്റ് കുംസ് എന്ന് പറയുന്നുള്ളത്. ക്യാരറ്റ് പോളായിട്ട് ഞാൻ ഇതിനു മുമ്പും വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. 4 വെറൈറ്റി പോളൻ്റെ റെസിപ്പീസാണ് ഞാൻ ഒരുമിച്ചിട്ട് ഒരു വീഡിയോ ആക്കി ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കുഞ്ഞു മക്കൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഈ ക്യാരറ്റ് പോളൻ്റെത്. അപ്പോൾ എന്തായാലും ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ തയ്യാറാക്കി നോക്ക്, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.